കിന്നാരത്തുമ്പികൾ എന്നാ ആണോ അല്ലേ? വേസ്റ്റ് ബാൻഡ് ടൈഡ് വില്ലേജ് ഷോ കൺട്രി റൺ വിൻഡ്. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയൊരു ഗെയിമാണ്. വലിയ ചാലഞ്ച് സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ ചാലഞ്ചുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ചാലഞ്ചോ സംഭവങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലേറ്റായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് എൻ്റെ ഓഫീസിലാണ്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഹാളിലല്ല ഇരുന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് ഓഫീസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോമാണ്. ഓഫീസ് ഹാളിലായിരുന്നു. അപ്പോൾ അത് തിരിച്ച് നമ്മുടെ ഒരു യൂസ് ചെയ്യാത്ത റൂമുണ്ട്, അതിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിലുണ്ടാവും, അതൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ചെറിയ ചാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടേക്ക് മാറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. അത് ആ ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഒരു യൂട്യൂബ് അവരുടെ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലും ആപ്പിലൊക്കെ ഓരോരോ ഗെയിമുകളുണ്ട്. ഇതെന്താ സംഭവം എന്നൊന്നും പറയും. ഇതിന് ചാലഞ്ചിന് പേരൊന്നുമില്ല. നമ്മളായിട്ടുള്ള ചാലഞ്ചിൻ്റെ പേരെന്തിട്ടാ ഞാൻ പറഞ്ഞ നേരത്തെ മംഗ്ലീഷ് മൂവി ചാലഞ്ച് എന്ന് ഞാൻ പേരിട്ടു ചുമ്മാ. അപ്പോൾ അതാണ് ചാലഞ്ച് എന്ന് വേണമെങ്കിൽ ചാലഞ്ച് പറയാം, ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ ഗെയിം പറയാം. ഞാനൊരു 10 മലയാളം സിനിമയുടെ പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇംഗ്ലീഷിൽ പറയും. അത് സൗമ്യ ആൻസർ ചെയ്യണം. സൗമ്യം 10 എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ആൻസർ ചെയ്യാം. അതായത് ഇംഗ്ലീഷിൽ മലയാളം സിനിമയുടെ പേരിനെ ഇംഗ്ലീഷ് വൽക്കരിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അതാണ് അത്ര വലിയൊരു സംഭവം, നല്ലൊരു ടൈം പാസ്. അപ്പോൾ ആരാദ്യം തുടങ്ങണം? നീ ആദ്യം തുടങ്ങാണോ? തുടങ്ങിക്കോ. റിതം മാഡ്നസ്. റിതം മാഡ്നസ്. റിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം അല്ലെങ്കിൽ ഈണം. മാഡ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത്. അതെന്താപ്പാ? എന്നെ വെല്ലുവിളിച്ചതാണേ. നീ ഇത് വരുവാണെങ്കിൽ എഴുതിക്കോ, ഞാൻ അപ്പ പറയും. എനിക്ക് സിനിമയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര കോൺഫിഡൻറ്റാണ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അറിയും. പക്ഷെ ഇത് റിതം മാഡ്നസ് ഇതൊക്കെ എന്നിട്ട് അവസാനം നീ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് തെറ്റാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പോഴൊക്കെയാണ് റിതം മാഡ്നസ്. എനിക്ക് അറിയില്ല പറഞ്ഞു. താളവട്ടം. അയ്യോ, താളം എന്നുള്ളതിന് റിതം എന്നാണോ പറയുന്നത്? ആണോ? താളം അല്ല, തെറ്റി. താള വട്ടം എന്നാണ്. വട്ടം അല്ലല്ല, അത് തെറ്റാ. അത് നീ വട്ടം എന്നുള്ളത് റൗണ്ട്നെസ് എന്നോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് ആയിനെ. സാരില്ല, പോട്ടെ. അങ്ങനെയല്ല, അത് വട്ട്. അത് പക്ഷെ വട്ട് എന്നല്ല പറയാ, വട്ടം എന്നല്ല. അല്ല, തെറ്റി. എന്നാ ശരി, അടുത്തത് പിടിച്ചോ. അടുത്തത് ഞാൻ കൊടുക്കാൻ പോണേ. സ്ലേവ് ചെയിൻ. സിമ്പിളാ. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ആൻസറാണ്. കിട്ടിയ അയ്യേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ ഇംഗ്ലീഷിലെ വിജ്ഞാനം എത്രത്തോണ്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? എനിക്ക് ഇത്തിരി കുറവാ, കാരണം ഞാൻ മലയാളം മീഡിയം പഠിച്ചാണ്. പിന്നെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഓരോ അത് ഇത് ഒക്കെ പറയണെന്ന് തന്നെയുള്ളൂ. അയ്യോ, എനിക്കറിയില്ല. സ്ലേവ് എന്ന് വെച്ചാൽ എന്താ? അടിമ. ചെയിൻ എന്ന് പറഞ്ഞ ചങ്ങല. പിന്നില്ലാണ്ട് അടിമച്ചങ്ങല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ ഒന്നേ ഇല്ല, അങ്ങനെയുണ്ട് അടിമച്ചങ്ങല. ഓക്കെ, അടുത്തത്. എൻ്റെ കയ്യിലുള്ള നല്ല ക്ലാസ് സാധനങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അയ്യോ, കണ്ടുപിടിക്കും മിക്കതും. മിനിസ്റ്റർ കം. എനിക്ക് നിന്നെ വിശ്വാസം തീരെ പോരാ. നീ നേരത്തെ പോലെ താളവട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ വട്ട് എന്നുള്ളത് പറഞ്ഞ തെറ്റാ. മിനിസ്റ്റർ
മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രി, മന്ത്രി വരൂ. കം എന്ന് പറഞ്ഞാൽ വരൂ. നീ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ആണോ അതോ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ആണോ? അങ്ങനെയൊന്നും ഇല്ല, അതിനോട് ഊഹിച്ച് പറയാ. മന്ത്രി വരൂ, മന്ത്രി മന്ത്രി വരൂ. അങ്ങനെ ഒരു സിനിമ ഉണ്ടാ, മന്ത്രി വാ. ആരാ നടൻ പറ? അതൊന്നും ആ ക്ലൂതാ, ഒരു ക്ലൂതാ. നടനയില്ല, ദൈവമേ, മോഹൻലാലാന്ന് തോന്നുന്നു. മന്ത്രി വരൂ, മന്ത്രി വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാ. മന്ത്രി വരൂ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അറിയാം, പക്ഷെ ചിലപ്പോ അതിലത്തെ നടനറിയില്ല. ഇത് മോഹൻലാലാ. മന്ത്രി, മന്ത്രി വരൂ അങ്ങനെയല്ല നീ പറഞ്ഞേ. മിനിസ്റ്റർ കം, എനിക്കറിയില്ല, പറഞ്ഞോ. മാന്ത്രികം, മാന്ത്രികം. അത് തോൽവി സമ്മതിക്കാൻ ഇത് തെറ്റാ. എന്ത് എടി മാന്ത്രികത്തിന് എന്താ പറഞ്ഞ മാജിക്കൽ എന്നാ പറയണ്ടേ? അങ്ങനെ കറക്റ്റ് പറഞ്ഞ കണ്ടുപിടിക്കില്ലേ? അതാണ് പറ്റില്ലല്ലോ, അത് പറ്റില്ല. ഇത് തെറ്റാട്ടാ, ഇത് തെറ്റാ. ഇത് അതല്ല, ഇത് എന്റെ ഭാഗത്താണോ നിങ്ങൾ സൗമ്യയുടെ ഭാഗത്താണോ ശരിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കണം, അവള് വേറെ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ വേണ്ടത്, കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്തിനാ ഞാൻ എന്നാ തരുന്നു, ഞാൻ എടുത്ത് കൊടുക്കാൻ പോവാണ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. കോമ്പാസ്. കണ്ട, ഇതുപോലെ വേണം ചേഞ്ച് ചെയ്യാനായിട്ട്. കോമ്പാസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈസി ആയിട്ട് The brave thief. The brave thief. Brave thief. Thief എന്ന് പറഞ്ഞാൽ കള്ളൻ. ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള കള്ളൻ. ബ്രേവ് അല്ലേ, ധൈര്യമുള്ള കള്ളൻ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഒരു പടം. ബ്രേവ് തീഫ്. ഇത് നീ ലിറ്ററലാണോ ട്രാൻസ്ലേറ്റ് ഞാൻ ചെയ്യണ പോലെയാണോ? അയ്യോ, അത് എളുപ്പല്ലാട്ടാ. ബ്രേവ് തീഫ്, കള്ളൻ. ബ്രേവ് തീഫ് എനിക്കറിഞ്ഞൂടാ. തസ്കരവീരൻ. തസ്കരവീരൻ എന്ന് വെച്ചാൽ കള്ളനല്ല അർത്ഥം. തസ്കരൻ എന്ന് പറഞ്ഞ കള്ളൻ, വീരൻ. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. ഇതെന്താ ഒന്നാം ക്ലാസ്സിലെ കുട്ടീനെ പഠിപ്പിക്കണ പോലെ ഓരോരോ അക്ഷരം പറഞ്ഞു. ഞാനങ്ങനെ ഞാൻ എഴുതി വെച്ചത് മുഴുവൻ അങ്ങനെയാ. ഞാൻ അങ്ങനെയല്ല എഴുതി വെച്ചാണെന്നാ. ഇത് ഓക്കെ, ശരി. ശരി എന്നാ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇപ്പൊ അതായിക്കോട്ടെ. വെൽക്കമിങ്. വെൽക്കമിങ്, വെൽക്കം എന്ന് വെച്ചാ വരൂ, വരവ്, വന്ദനം. വെൽക്കമിങ് ing ചേർക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനൊന്നും പറയില്ല. വന്നു, വന്നോട്ടെ. വന്നു, കണ്ടു, കീഴടക്കി. കീഴടക്ക്. വെൽക്കമിങ്, വരവേൽപ്പ് ആണോ? വെറുതെ വെച്ചത് കാച്ചിത ആണോ? അങ്ങനെ പാടില്ലേ വരവേൽപ്പ്? അയ്യോ, തൊള്ളു തോലിയാണല്ലോ. ഇനി ഞാൻ പറയട്ടെ, ഇത് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പാട്ടോ. റാറ്റ് 10 ഡീപ്പ്. ഓ, ഇതെനിക്കറിയാം. എലിപ്പത്തായം അല്ലേ? റാറ്റ്. ഓക്കെ, എലി 10. എലി 10. ആയം എന്ന് പറഞ്ഞ ഡീപ്പ്. ആയം എന്നാണ്. നീ അത് മൗസ് ട്രാപ്പ് എന്ന് പറയണായിരുന്നു. അല്ല, മൗസ് ട്രാപ്പ് അല്ല. പത്തായം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പത്തായം. പത്തായം എന്ന് പറഞ്ഞ എലിപ്പത്തായം. ഇംഗ്ലീഷ് മീഡിയക്കാരനല്ലേ കണ്ടുപിടിക്കേ. പോട്ടെ. ഓക്കെ, ഞാൻ വെൻ വിൻഡ് കോൾഡ് യു. വെൻ വിൻഡ് കോൾ യു. ഇതിപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? രണ്ടുപേരും രണ്ട് രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കണേ.
അതാ പറ്റിയത്. അവള് വേറെ രീതിയിലും ഞാൻ വേറെ രീതിയിലും. വെൻ വിൻഡ് കോൾഡ് യു. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ. കണ്ട, ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയല്ല, ഞാനത് ഈസി ആയിട്ട് നിനക്ക് അങ്ങനെയാണ് അതല്ലല്ലോ രസം. രസം തന്റെ രീതിയിൽ രസം. അടുത്ത് പറഞ്ഞോ. കറി ലീ. കറി ലീ. കറി ലീവ്സ്. ലീ. ലിയോ. കറി ലീ. കറി ലീ. ലീ. ഇതെന്ത് ആ സിനിമയുടെ പേര്? ബ്രൂസ് ലീലത്തെ ലീ. കറി. ഓ മനസ്സിലായി. കറി എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് കഴിക്കുന്ന കറിയാണോ? അതൊന്നും ഞാൻ പറയില്ല. സിമ്പിളാണ്. ചെറിയ ആരാ നടൻ? ആരാ? ഒരു ആക്ഷൻ കാണിക്കാം. അന്ന് നമ്മള് ഇത് കളിച്ചപ്പോ കാണിച്ചില്ലേ? മനസ്സിലായി. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫ്രണ്ടിനോട് പോയപ്പോ ദംഷാദ് കളിച്ചു. അപ്പോൾ ദുൽഖർ സൽമാനെ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെയായിരുന്നു. ദുൽഖർ സൽമാനുള്ളത് അല്ലേ? ലീ. കറി ലീ. കറി എന്ന് പറഞ്ഞാൽ കറി, കൂട്ടാൻ. കൂട്ടാൻ ലീ. പല പേരുകളിലും പറഞ്ഞു നോക്കിയോ? കൂട്ടാൻ. കൂട്ടാൻ കറി. വേറെ എനിക്ക് കറിക്ക് കറി എന്ന് പറയാൻ തന്നെ അറിയുള്ളൂ. കൂട്ടാൻ എന്ന് പറയാൻ അറിയാം. വേറെ എന്തൊക്കെ കറിക്കും കൂട്ടാനും പറയാ. വേണമെങ്കിൽ ഒരു ക്ലൂവും കൂടി തരാം. കറിയുടെ ഇത് എന്നൊക്കെ നമ്മൾ പറയില്ലേ? കറിയുടെ ഇത് കുറച്ച് തരൂ എന്നൊക്കെ പറയില്ലേ? ഈശ്വര, ക്ലൂ ആണെന്നറിയോ? സാമ്പാർ. കറിയുടെ ഇത് കുറച്ച് തരൂ. കറിയുടെ വെള്ളം. അതിന് വേറെ പേര് വെള്ളങ്കി അല്ലേ? ആ വെള്ളം ലീ. വെള്ളം ലീ. കറിയുടെ വെള്ളം തരുമെന്നാ പറയാ? വെള്ളം. കറിയുടെ രസം. കറിയുടെ ഒത്തിരി കറി തരുമെന്ന് പറയും. എനിക്കറിയില്ല. കറിയുടെ ഒരു മിനിറ്റ്. കറി ലീ. ദുൽഖർ സൽമാന്റെ സിനിമ. കറിയുടെ രസം തരൂ. അത് കറിയുടെ വെള്ളം തരൂ. അപ്പൊ അതിനെന്തോ വെള്ളം ലീ. ദുൽഖർ സൽമാന്റെ സിനിമകളെല്ലാം കൂടി എണ്ണി പറയാൻ നല്ലത്. പുതിയ പട പഴയ പട അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇത്ര വലിയ ക്ലൂ തന്നു. ഇപ്പൊ അവർക്ക് തന്നെ മനസ്സിലായിണ്ടോ കേൾക്കണവർക്ക്? അയ്യോ, ദുൽഖറിന്റെ ആ പടം തന്ന് ആ ചാർലി. ശരിയാട്ടാ. അയ്യേ, ഞാൻ ചാർന്നൊന്നും പറയാറില്ല. നീയൊക്കെ പറയാറില്ല. ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ സംസ്കാരമുള്ള ഭാഷയിൽ ഞാൻ പറയാറൊന്നുമില്ല. ഓ ഇല്ല, നീ ഹോട്ടലൊക്കെ വേണ്ടി ഇത്തിരി ചാളയുടെ ചാറ്. നമ്മള് സംസ്കാരമുള്ള ഭാഷയിൽ ഇത്തിരി രസം തരൂ സുഹൃത്തേ. അടുത്ത ഞാനല്ലേ? വാണ്ടറർ വിൻഡ്. പെട്ടൂട്ടാ, ഇത് പറയില്ല. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. വാണ്ടറർ വിൻഡ്. ഞാൻ ഒന്നും പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ സിനിമയുടെ പേര് നിനക്ക് എന്തായാലും അറിയാം, ഉറപ്പാ. ഞാൻ പറയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആൻസർ ടപ്പേന്ന് പറഞ്ഞിട്ട് പറയും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി? വാണ്ടറിന്റെ അർത്ഥം അറിയോ? അപ്പൊ നീ ഇതിന്റെ ആൻസർ കാറ്റ്. മനസ്സിലായില്ലേ?
വോണ്ടർ വിൻഡ്, നാടോടി കാറ്റ്. ഞാനത് എഴുതിയിട്ടുണ്ട്. നീ എഴുതിയില്ല? അപ്പൊ കൺട്രി റൺ വിൻഡ്. കൺട്രി റൺ വിൻഡ്. ഞാൻ എഴുതിയത് വോണ്ടർ വിൻഡ് എന്ന്. അവള് നീ എന്തിട്ട് എഴുതിയത് എന്നോട് പറഞ്ഞു? കൺട്രി നാട്, നാട്. ഓക്കെ, കൺട്രി നാട് ഓടി റൺ വിൻഡ്. ആ കുഴപ്പമില്ല, വിറ്റുണ്ട്. രണ്ട് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത്. കൺട്രി റൺ വിൻഡ്. ആ ഓക്കെ, അത് കുഴപ്പമില്ല. അയ്യോ, അത് പറയാൻ പറ്റില്ലല്ലേ? അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എക്സ്ട്രാ വേറെ ഒരെടുത്ത് പറഞ്ഞു. അടുത്തത് ആരാ? നീ തന്നെയല്ലേ? ഞാനല്ലേ? ആ വേറെ പറ. സ്വീറ്റ് എലഫന്റ് ഡ്രാഗൺ ഫ്ലൈസ്. സ്വീറ്റ് മധുര എലഫന്റ് ഡ്രാഗൺ ഫ്ലൈസ്. ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പാറ്റ എന്നാ അർത്ഥം. പൂമ്പാറ്റയല്ല, സോറി, നമ്മുടെ തുമ്പി. ഡ്രാഗൺ ഫ്ലൈസ് തുമ്പിയാണോ? അല്ല, ഈയാമ്പാറ്റയല്ലേ? എന്തിട്ട് തുമ്പി? ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ അല്ല, ഡ്രാഗൺ ഫ്ലൈ മനസ്സിലായി. അതന്നെ. ഒന്നുകൂടെ പറ പ്ലീസ്. സ്വീപ്പ് എലഫന്റ് സ്വീപ്പ് എന്നാണോ? സ്വീപ്പ് സ്വീറ്റാ? സ്വീപ്പ് 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 എലഫന്റ് സ്വീപ്പ് ആന സ്വീപ്പ് ആന ഡ്രാഗൺ ഫ്ലൈസ്. ഈശ്വരതെന്ത് ഓടി എളുപ്പം. നിങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് ഇതിൽ കിട്ടിയ സ്വീപ്പ് എലഫന്റ് ഡ്രാഗൺ ഫ്ലൈസ് എന്നിട്ട് പറഞ്ഞു. എനിക്ക് തോന്നില്ലല്ലോ. ഈ സിനിമ അറിയില്ല എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ക്ലൂ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. ആരാ നടൻ? പറയില്ല. നല്ല എളുപ്പമുള്ള ഡ്രാഗൺ ഫ്ലൈസ്. വലിയ ആലോചിക്കണ്ട. അയ്യോ, മനസ്സിലായി. ഇത് പിടികിട്ടി. പക്ഷെ നിന്റെ ട്രാൻസ്ലേഷൻ വളരെ തെറ്റിപ്പോയിട്ടാ. അത് ഞാൻ പറഞ്ഞുതരാം. അവൾ ഉദ്ദേശിച്ച സിനിമ കിന്നാരത്തുമ്പികൾ എന്നാ. ആണോ? അല്ലേ? കിന്നാരം അത് ഷക്കീലായിരുന്നു. അതിനെന്തോ ഷക്കീലേക്ക് സിനിമയ്ക്ക് എന്താ അവരൊരു മനുഷ്യ സ്ത്രീ അല്ലേ? ആയിക്കോട്ടെ, എനിക്കറിയില്ല പടം. പിന്നെ ഞാൻ പറയാ. അല്ല, തുമ്പികൾ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഡ്രാഗൺ അയ്യോ ഡ്രാഗൺ ഫ്ലൈ അതല്ലല്ലോ. പിടിച്ച് പണിക്കരയിലോ തോറ്റു എന്നാ പറ. തൂവാനത്തുമ്പികൾ. അപ്പൊ തുമ്പി കറക്റ്റ്. ഞാൻ പറഞ്ഞത് തൂവാനത്തുമ്പി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒന്ന് പറഞ്ഞേ. ആന, എലഫന്റ്, തുമ്പി, ഡ്രാഗൺ ഫ്ലൈസ്. നിക്ക്. അയ്യോ, ഇത് നടക്കി പോണ പരിപാടിയല്ലാട്ടാ. ഇത് എന്ത് പരിപാടി കാണിക്കുന്നു? ഞാൻ സിനിമ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണെന്ന് വിചാരിച്ചു. ഞാൻ മുഴുവൻ ഈസി ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അവള് മുഴുവൻ ഡിഫിക്കൽട്ട് ആയിട്ട്. നല്ല വിറ്റാ. ഞാൻ ആദ്യം വെച്ച് കിന്നാരത്തുമ്പികളാണ്. കിന്നാരം ഞാൻ വിചാരിച്ചു നീ അങ്ങനെയാണല്ലോ. ഞാൻ വിചാരിച്ചു സ്വീറ്റ് എന്നാ ഞാൻ കേട്ട. ഞാൻ സ്വീപ്പ് എന്നല്ല. അപ്പൊ കിന്നാരം തന്നെ ഞാൻ വിചാരിച്ചു നീ ഇനിയിപ്പോ സ്വീറ്റ്നെസ് എന്നുള്ള രീതിയിൽ കരുതിയിട്ടുണ്ടാവും. കിന്നാരം. പിന്നെ തുമ്പികൾ എന്ന് പറഞ്ഞപ്പോ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറഞ്ഞോ. നാനാന്ന് വിചാരിച്ചു നീ. അങ്ങനെ വിചാരിച്ചു ഞാൻ. ചെറുതായിട്ട് വട്ടുണ്ടല്ലോ, അതുകൊണ്ട് വിചാരിച്ചു. അടുത്തത് ശരിയാക്കി തരാം. വേസ്റ്റ് ബാൻഡ് ടൈഡ് വില്ലേജ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. വേസ്റ്റ് ബാൻഡ് ടൈഡ് വില്ലേജ്. ഷോ, നല്ല സിനിമയാട്ടോ. നല്ല രസമുള്ളൊരു സിനിമയാണ്. പഴയ സിനിമയാണ്. കിട്ടി. നീ പറയാതെ എന്ത് വേസ്റ്റ് ബാൻഡ് ടൈഡ് വില്ലേജ്. എനിക്കിഷ്ടപ്പെട്ടൊരു ഡയറക്ടറാണ്.
വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ട കച്ചറ എന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നേ. വേസ്റ്റ് ബാൻഡ്, വേസ്റ്റ് മനസ്സിലായ? വേസ്റ്റ് ബാൻഡ്. ഇപ്പൊ ഇത് അരപ്പെട്ടല്ല, അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ. അരപ്പെട്ടല്ല, അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ. അതിന് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം ഈസി ആയിട്ടാ നിങ്ങൾക്ക് വെച്ചേക്കണേ. എന്റെ എല്ലാം സിമ്പിളാണ്. ഞാൻ തോറ്റു എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ഒറ്റ പോയിന്റ്, എനിക്ക് ആ കൂടി ഒരു പോയിന്റ് കിട്ടിയിട്ടുള്ളൂ, ബാക്കി എല്ലാ ആൾക്കും കിട്ടിയാണ്. പറഞ്ഞു. മിൽക്ക് റൈസ് വെൽക്കം. മിൽക്ക് റൈസ് പാൽ, മിൽക്ക് പാല്, പാൽ റൈസ് അരി, പാലരി, പിന്നെന്തിട്ടാ നിങ്ങള് പറഞ്ഞേ? വെൽക്കം. ബെൽ മണി, പാല് അരി മണി കം വരൂ. പാല് അരി, പാല് അരി മണി വരൂ. പാലണി പാലരി മണി. പാലേരി മാണിക്യം, പാലേരി മാണിക്യം. പക്ഷേ ലാസ്റ്റ് നീ എന്തൊരു കം എന്നല്ല പറഞ്ഞേ? കം എന്ന് പറഞ്ഞാൽ വരൂന്നല്ല അർത്ഥം. എന്ത് അതങ്ങനെ എങ്ങനെ ശരിയാണേ? ഒരു സിനിമ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഒരു വിറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു നമ്മുടെ സിനിമാലയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. പഴയ ഈ മമ്മി റിട്ടേൺസിനെ അമ്മച്ചി തിരുപ്പിയോ എന്താ ചെയ്യുന്ന പറഞ്ഞിട്ട് മമ്മി റിട്ടേൺസ്, അങ്ങനത്തെ രീതിയിൽ വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഓക്കെ ശരി. അടുത്തത് ഞാനല്ലേ. പില്ലോ സ്പെൽസ്. രണ്ടാമത് ഞാൻ പറയില്ല, ഒരു ഓണയും കൂടെ പറയുള്ളൂ. പില്ലോ സ്പെൽസ്. നീ എന്റെ കണ്ടാ ഇവിടെ ഉണ്ടാക്കണം വെച്ചിട്ട് നോക്കില്ലേ? ഈശ്വര, ഇന്നത്തെ ദിവസം നിനക്കാട്ടാ ലോട്ടറി. ഇനി അടുത്ത് ഞാൻ പറയട്ടെ. പറഞ്ഞു. പോമഗ്രാനൈറ്റ് ആംഗ്രി. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം. പോമഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതളം, മാതള നാരങ്ങ, മാതള ദേഷ്യം, മാതളം. മാതളത്തിന് മാതളം എന്നല്ലേ പറയാ, അല്ലാണ്ട് പിന്നെ എന്താ പറയാ? പോമഗ്രാനൈറ്റ് മാതളം. വേറെന്താ പേര്? മാതള ദേഷ്യം. ദേഷ്യം കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഉണ്ടാ? ഇല്ല, അതിന്റെ വേറെ പേരാ ദേഷ്യത്തിന്റെ. അതൊരു എന്ത് പരിപാടിയാ? നമ്മൾ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോ അത് പറ്റില്ലല്ലോ. അതെന്ത് രസാ അത് കറക്റ്റ് ഇതാണത്. മാതള ദേഷ്യം. മാതളത്തിന്റെ വേറെ പേര്, ദേഷ്യത്തിന്റെ വേറെ പേര്. മാതളത്തിന് എന്താ വേറെ പേര്? കടയിലൊക്കെ പോയിട്ട് മാതള നാരങ്ങ തരൂ, പോമഗ്രാനൈറ്റ് തരൂന്ന് പറയും. അല്ല, പിന്നെ അയ്യോ എനിക്കറിയില്ല. എനിക്ക് ആ കൂടി മാതള നാരങ്ങ എന്ന് പറയാൻ അറിയാം, പോമഗ്രാനൈറ്റ്. അല്ലാണ്ട് വേറെ എന്തുട്ടാ പേരുള്ളത്? അനാർ, അനാർക്കലി. എടി അങ്ങനെ എങ്ങനെ ആലോചിക്കാൻ പറ്റണേ? ആ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലേക്ക് മംഗ്ലീഷ് എന്നാ പറയണ, അല്ലാണ്ട് ഇംഗ്ലീഷ് എന്നല്ല. നീ വെറുക്കത്തിയ വെറുക്ക, ഭയങ്കര വെറുക്ക. എന്തുട്ടാ ഞാൻ അടുത്തത് തരാം. ഇനിയുണ്ട് 3 കൂടി ഉണ്ട്. ലോട്ടസ് പെറ്റൽസ്. ഞാനൊക്കെ എന്ത് ഈസി ആയിട്ടാ ചെയ്ത് കൊടുക്കണ, ഒക്കെ പറയുന്നത് ഞാൻ ഈസി ആയിട്ടാ കൊടുക്കണേ. അവിടുന്ന് ട്രാൻസ്ലേറ്റ് ഞാൻ പറയില്ല. ലോട്ടസ് പെറ്റൽസ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇല്ലേ?
പൂത്താമര. പൂത്താമരയെ ഇതൾ താമര. പൂത്താമര പഴയതാ? പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയതൊന്നുമില്ല, പഴയത് തന്നെ. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നുമല്ല. നീലയാണെങ്കിൽ ഞാൻ ബ്ലൂ എന്ന് പറയില്ലേ? അല്ല, എനിക്കറിയില്ല. ഒന്ന് ആലോചിക്ക്, കിട്ടില്ലേ? എനിക്കറിയില്ല. ലോട്ടസ് പെറ്റൽസ്. ഇതളുകൾ. പറ. ദലം. താമര ദലം. താമര തന്നെയാണോ? അത് വേറെ പേരാ? തോറ്റോ ഇല്ലയോ? തോറ്റു. കമലതളം. എന്താ അടിപൊളി സിനിമയാ. കമലം. അതിന് നിനക്കറിയില്ല? കമലം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കമലം. ആര് പറഞ്ഞു? കമലം. കമലം ഞാൻ കമലം ഏത്? കഷ്ടം. എന്റെ ഭാഗത്താണോ തെറ്റ്, ഇവളുടെ ഭാഗത്താണോ തെറ്റ്? കമലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരപ്പൂവിനെ പറയില്ലേ? താമരപ്പൂവിനെ കമലം എന്ന് പറയില്ലേ? ഇല്ല. അടിയിലിട്ടാ കമന്റ് ചെയ്തോ. ഇനി ഞാൻ പറയട്ടെ. എൻ്റെ അറിവില് എനിക്ക് തോന്നുന്നത് കമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര എന്നൊരു അർത്ഥം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ തെറ്റിദ്ധരിപ്പിക്കിൻ്റെ അവള് ഇല്ല. കമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാണെന്ന് മാത്രമാണ് പറയണത്. എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ കൺഫ്യൂഷൻ എനിക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടും, പക്ഷെ ഞാൻ നോക്കണില്ല. ലൈൻ എന്ന് പറഞ്ഞാൽ ആ വര എന്നാണോ ഉദ്ദേശിക്കുന്നത്? ലൈൻ യു, വരയു. എനിക്കറിയൂ. വരയു, വര. അത് ഞാൻ വരവിൽപ്പൊന്നല്ലല്ലോ, അത് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ. യു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? യു നീയാണോ? വര യു എന്ന് പറഞ്ഞ യു യു അല്ലേ? അപ്പൊ വര നീ, വര അല്ല, ഇംഗ്ലീഷിലല്ല ആക്കാൻ പറഞ്ഞ. പിന്നെ എന്തൊരു വരയു? ഈ വര മലയാളത്തിൽ നിന്ന് പറയാൻ പറ്റില്ല. സോറി, ലൈൻ യു. ഞാനാണ് സോറി ആ തെറ്റി. ലൈൻ യു ആണ് അല്ലേ? ഓക്കെ, വര യു. വര നീ. മനസ്സിലായി. വര നീ. എനിക്കറിയില്ലേ, നീ പറഞ്ഞോ. എടി, നീ പറയണത് യാതൊരു ലോജിക്കില്ല. അത് നിനക്ക് മാത്രം മനസ്സിലാവുള്ളൂ. ഈ താൻ യു എന്ത് തോന്നി വാസം കാണിക്കണ്? ഇത് തെറ്റാ. അടുത്തതാരാ? അയ്യോ, പോയി. അടുത്തത് പറ. ആരുടെ? എൻ്റെ? ഈയടാ, ഞാൻ ഒക്കെ ഈസി ആക്കി കളഞ്ഞ, അതാണ് പ്രശ്നം. ഓക്കെ ശരി. വില്ലേജ് ഓഫ് വൈറ്റ് എലിഫൻസ്. വെള്ളാനകളുടെ നാട്. എനിക്കറിയാതെ എന്തായാലും പറയുന്നു. ഭയങ്കര ഈസി ആയിരുന്നു. നീലാകാശം, പച്ചക്കടൽ. ബ്ലൂ, നീല. ഗീവ് കൊടുക്കൂ. പിന്നെന്തുട്ടാ? അല്ലാണ്ട് പിന്നെന്തുട്ടാ? അങ്ങനെയല്ല, അത് നമ്മള് എനിക്ക് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ എനിക്കൊന്ന് കാണണം. അങ്ങനെ ഗിവ് മീ അല്ല, പ്ലീസ് ഗിവ് മീ അങ്ങനെ പറയും. അല്ലാണ്ട് നമ്മൾ ഐ ഗേവ് ഹിം എന്ന് പറയില്ലേ?
എനിക്ക് എന്താ ആ ശരി നിനക്ക് എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ ബ്ലൂ ഗിവ് ബ്ലൂ ഗിവ് ട്രീ ബ്ലൂ നീല തരു മരം ആ നീല താമര ഒരു പരസ്പര ബന്ധമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല. ബ്ലൂ നീല ഗിവ് ത നീല ത ട്രീ മരം മര അങ്ങനെ എങ്ങനെയാ മരം? അപ്പൊ നമുക്കത് ഊഹിക്കാലോ ഈ സിനിമയാണ് ഉള്ളത് അങ്ങനെ ഊഹിച്ചു പറയണം. ഓക്കെ ശരിയായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ല. എനിക്ക് തോന്നിയത് ഇങ്ങനത്തെയാണ്. ഒരെണ്ണം കൂടെ ഉള്ളൂ. ഞാനല്ലേ പറയണ്ടേ? ഞാനല്ലേ? നോസ്ലെസ് കൺട്രി. ഇത് എന്തായാലും പറയും. നോസ്ലെസ് കൺട്രി. ഇത് എളുപ്പല്ലേ? പഴയതാ. നല്ല തമാശ പടാ. സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇതറിയില്ല ഇത്രക്കല്ല കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് ഇതെന്താ പറയാ ഇത്ര ബുദ്ധിമുട്ട്? ഇത് ഈസിയാ. നോസ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രി നീ പറഞ്ഞു രാജ്യം എന്ന്. നോസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂക്ക്. അതന്നെയാണ് മൂക്കില്ല രാജ്യത്ത്. നോസ്ലെസ് മൂക്കില്ല രാജ്യത്ത്. അങ്ങനെ ഭഗവാനെ എന്നെ അങ്ങോട്ട് കൊല്ല്. മൂക്കില്ല രാജ്യത്തുനിന്ന് ഒരു സിനിമ. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നത് ഒരു പ്രോവർബ് അഥവാ പഴഞ്ചൊല്ല്. ഓക്കെ ഇവരെ കിടപ്പൊക്കെ പറയണ മൂക്കില്ല രാജ്യത്ത് സിനിമ കാണാത്ത ആൾക്കാരുണ്ടാവും. എനിക്കറിഞ്ഞൂടാ. മൂക്കില്ല രാജ്യത്തിന് പുതിയ പേര് വരിട്ടു. മൂക്കില്ല എന്തിനാണ്? മുറിമൂക്കൻ രാജാവ്. കഴിഞ്ഞില്ലേ? ആ നിന്റെ കൂടെ ഉള്ള ഒരെണ്ണം കൂടെ ഉള്ളു. അത് കഴിഞ്ഞ് കഴിഞ്ഞു. ഇനിയിപ്പോ ആരെ ജയിച്ചെന്നും ചോദിക്കണ്ട. ആ വെറുക്ക് കള്ളക്കളി മുഴുവൻ എടുത്തിട്ട് സൗമ്യ ജയിച്ചു. അതെ കഷ്ടപ്പെട്ട്. അപ്പൊ ആയിക്കട്ടെ, ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. It's raining and drums beating. ഇത് ഞാൻ ആദ്യം എഴുതാൻ പോയതാ. ഇത് സുഖമായിട്ട് കണ്ടുപിടിക്കും. മഴ പെയ്യുന്നു മതളം കൊണ്ടുപോകും അല്ലേ? ആദ്യമായിട്ട് അവിടെ പറഞ്ഞ രണ്ടെണ്ണം. ആ ചോദിച്ചോ. കോൺവെർസേഷൻ സംസാരം, പ്രഭാഷണം, കോൺവെർസേഷൻ. എന്താ പറ എനിക്കറിയില്ല. സല്ലാപത്തിന് കോൺവെർസേഷൻ എന്നാണോ പറയാ? അതിന് കോൺവെർസേഷൻ വേറെ അർത്ഥമില്ലേ? കോൺവെർസേഷൻ എന്ന് പറയുന്നത് സല്ലാപത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് റെയിനിങ് ഇറ്റ് ഈസ് ഡ്രമ്മിങ്. അതെ, ഞാനിത് ഇവിടെ ഫ്രണ്ടിൽ അടിയായിട്ട് അടിയിൽ എഴുതിയിട്ടുണ്ട്. ഡ്രംസ് ബീറ്റിംഗ് എന്നല്ല, ഇറ്റ് ഈസ് റെയിനിങ് ഇറ്റ് ഈസ് ഡ്രമ്മിങ്. മഴ പെയ്യുന്നു. ആ ഇറ്റ് ഈസ് റെയിനിങ് ഇറ്റ് ഈസ് ഡ്രമ്മിങ്. മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു. ഡ്രം. ആ പിന്നെ ഒന്നുകൂടെ ഞാൻ എഴുതി പിടിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങാനും ആവശ്യം വന്നു ഞാൻ യൂസ് ചെയ്യാനായിട്ട്. എഗെയിൻ സം ഹോം ഇൻസിഡൻസ്. ഈസി ആയിട്ട് ഞാൻ എഴുതിയതൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഭയങ്കര ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് രസമുണ്ട് കേട്ടോ സംഭവം. അങ്ങനെ കുറച്ച് പേരെ കൂടിയിട്ട് അതെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഒരു വട്ടം കൂടിയിട്ട് അങ്ങനെ കളിക്കാനായിട്ട് രസമാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളത്തിലാക്കണേക്കാളും മലയാളം പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. രസം തോന്നാ. ഞാനൊരു മലയാളം സിനിമയുടെ പേര് പറയട്ടെ, നീ അത് ഇംഗ്ലീഷിലാക്കൂ. ഇല്ല ഞാനാക്കാം. ഞാൻ ഒരെണ്ണം പറയാം, അത് നീ ഇംഗ്ലീഷിലേക്ക് ആക്കിട്ടാ. അരക്കള്ള മുക്കാക്കള്ളൻ. ക്വാർട്ടറല്ല, ക്വാർട്ടർ അരേകാളും ചെറുതാണ് കാലാണ്. പക്ഷെ എനിക്കൊന്നും അതൊന്നും രസം പറഞ്ഞു. വൈശാലിയുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക? വൈശാലി എനിക്കറിഞ്ഞൂടാട്ടാ. വൈശാലി എന്നിട്ട് ഇംഗ്ലീഷിൽ പറയാ. വൈശാലിയുടെ അർത്ഥം എന്താ?
അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയിച്ചു ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. അതിനെ പറ്റിയിട്ട് വലിയൊരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അവരൊക്കെ എടുത്ത് കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യട്ടെ പ്ലീസ്. മലയാള അർത്ഥം കിട്ടാനായിട്ട് അതിൻ്റെ അത് അന്വേഷിക്കുകയാണ്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ പോരട്ടെ, കമൻറ്റുകൾ ഇടും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. ഇതിപ്പോൾ വെറുതെ നമ്മൾ ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.